ഏ ഗൈസ്, സോഷ്യൽ മീഡിയ തകർത്തോണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി സാധനം നമ്മൾ പൊക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഗണ്ണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെറൈറ്റി നെയിൽ ഗണ്ണ് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഏത് കട്ടിയുള്ള ഇരുമ്പോ ആയിക്കോട്ടെ, മരം ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇവന്റെ മുന്നിൽ എല്ലാം നിഷ്പ്രയാസം ഒരൊറ്റ ഷൂട്ടിങ്ങിൽ മൊത്തത്തിൽ ഉള്ളിൽ കയറി പോകുന്നതാണ് ഇമാര് കാണിച്ചോണ്ടിരിക്കുന്നത്. ഗൈസ് ദേ സാധനം ദേ ഗൈസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. യെസ്, ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പണികളും ഇവൻ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. പരീക്ഷിച്ച് നോക്കാം. കമാൺ. ദേ നോക്ക്, ദേ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്. വേണ്ടാ, ഈ തോക്കിന്റെ മൊത്തത്തിലുള്ള പൂപ്പടം ഓക്കെ. ഈ തോക്കിൻ്റെ മൊത്തത്തിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതേ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ഇതേ ഗ്ലൗസ് കേട്ടോ. എല്ലാവരും പറയാറുണ്ട് ഞാൻ ഗ്ലൗസ് ധരിക്കാറില്ല എന്ന്. അതുകൊണ്ട് തന്നെ അതേ ഞാൻ ഇന്ന് മുതൽ ഗ്ലൗസ് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. ദേ ഈ പ്രൊട്ടക്ഷൻ ഗ്ലാസ്, ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പാനീയം തന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഓയിലാണ്. നമ്മളിത് ഈ മെഷീൻ്റെ അകത്തോട്ട് ഒഴിക്കേണ്ട ഓയിലാണ്. ഈ മെഷീനകത്ത് വരുന്ന കുറച്ച് സ്പെയർ പാർട്സുകളാണ് കേട്ടോ. കുറച്ച് സ്പെയർസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് തോന്നുന്നു ഇതേ ഈ ഒരു ഐറ്റവും. ഇതേ ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള നെയിൽ കണ്ടോ, ആണി. ഈ സംഭവമാണ് നമ്മൾ ഈ ഒരു തോക്കിനകത്തോട്ട് കയറ്റിയിട്ട് പ്രസ് ചെയ്യേണ്ടത് കേട്ടോ. യെസ് ഗായ്സ്, ഇതാണ് സംഭവം കണ്ട. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം. ഇതേ ഇവിടെ പിടിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഗ്രിപ്പൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ മെയിൻ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പോകുന്നു താഴോട്ട്, അത്രേ ഉള്ളൂ. പിന്നെ അതെ ഇവിടെയാണ് നമ്മൾ ആ ഉണ്ട ഇട്ട് കൊടുക്കേണ്ടത്. ഇത് അഴിക്കാൻ പറ്റും കേട്ടോ. അത് അധികം തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാൻ പറ്റും. പക്ഷെ ഞാൻ പഴിക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഇതേ ഗൈസ് അവന്മാർ കാണിച്ചേക്കുന്ന എല്ലാ പരിപാടിയും നമ്മളിതേ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇരുമ്പിനകത്തും മരത്തിനകത്തും എല്ലാത്തിനകത്തും നമുക്കിത് അടിച്ചു നോക്കണം. അമ്മമാരെ കളി നമുക്കിന്ന് തീർത്ത് തുടങ്ങണം ഗൈസ്. എന്നാ നമുക്ക് ചെയ്ത് നോക്കാം. കമാൺ. ദേ ഈ നെയില് അതിനകത്ത് ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മളെ ടേബിളിനകത്തൊന്ന് അടിച്ചു നോക്കാം. ഇതിൻ്റെ കൂടെ ആകെ 5-6 പീസ് നെയിലേ വന്നിട്ടുള്ളൂ. പക്ഷേ നമുക്കിത് ഉള്ളത് ഇതിനകത്തൊന്ന് അടിച്ചു നോക്കാം. അതേ നോക്കിയോ. ഇപ്പോൾ ഞാൻ അവിടെ വെച്ച് ഇത് ലോഡ് ചെയ്തിട്ടുണ്ട്. സംഭവം നമ്മൾ നെയിൽ ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേണ്ടേ ഞാൻ പ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രസ് ചെയ്താൽ ഇതിനകത്ത് കയറും. എൻ്റെ പൊന്നെ, ഇതെന്തുവാണ് ഇത് ശരിക്കും കണ്ടാണോ? ഭയങ്കര സ്മെല്ല് കേട്ടാ. ഇതെങ്ങോട്ടേ കയറി പോയത്. ദേ ഗായ്സ്, ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് നിസാരക്കാരൊന്നുമല്ല കേട്ടോ. ഇത് സംഭവം നമ്മൾ വേറെ എന്തോ സാധനം അടിച്ചു വിട്ട പോലെ, നമ്മൾ വലിയ മെഷീൻ കണ്ടുകൊണ്ടിട്ടോ പൊട്ടിച്ച പോലെ കേട്ടോ. ഇത് സംഭവം കയറിപ്പോയെന്ന് നോക്കിയാൽ അസാധ്യമായിട്ട് ടൈറ്റായി പോയിട്ടുണ്ട്. എൻ്റെ അമ്മേ. അപ്പോൾ ദേ നമ്മുടെ ആദ്യത്തെ കന്നി പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള പരീക്ഷണങ്ങൾ കൂടി ചെയ്ത് നോക്കണം ഗൈസ്. ഇത് നമുക്ക് ഇരുമ്പിനകത്തൊക്കെ കയറ്റി നോക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ അടുത്തായിട്ട് ഇതേ ഈ ഇരുമ്പിനകത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ള നല്ല ഇരുമ്പാണ് കേട്ടോ. നല്ല പക്ക ഇരുമ്പാണ്. ദേ ഞാൻ നമ്മുടെ ബുള്ളറ്റ് ലോഡ് ചെയ്യാണ് കേട്ടോ. ദേ ഞാൻ ഇതിനകത്ത് വെച്ച് അടിക്കാൻ വേണ്ടി പോവാണ്. സംഭവം ഇത്തിരി ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഗ്ലാസ്സൊക്കെ തന്നിരിക്കുന്നത്. ദേ ഞാൻ ഇവിടെ വെക്കുവാണ് കണ്ടോ. ഇപ്പം ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തൂടെ തുളഞ്ഞ് ഇപ്പുറത്തൂടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡി, 1 2 3. എൻ്റെ പൊന്നെ, ഇതെന്തോന്നാണ് ഇത്? ഇതേട്ടാ കൂളായിട്ട് കയറി പോയി കേട്ടാ. നോക്കിയേ ഇതിൻ്റെ നെയിൽ കിടക്കുന്ന നോക്കിയേ. ഇത്രയും തിക്നെസ് ഉള്ള ഈ ഇരുമ്പിനെ തുളച്ചിട്ടാണ് ഈ സാധനം കയറി പോയേക്കുന്നത്. നോക്കടാ, ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ശരിക്കും ഗണ്ണിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന പോലെ എന്തോ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്ര പവറിലൊക്കെ ഇത് കയറി പോവുമോ? വേണ്ട, ഇത്ര തിക്നെസ് ഉള്ള ഈ ഇരുമ്പിനകത്ത് കയറി സത്യം പറഞ്ഞാൽ വണ്ടറ കേട്ടോ. ഭയങ്കര വണ്ടറായി പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അടുത്തായിട്ട് നമ്മൾ ഈ ഗണ്ണ് വെച്ചിട്ട് ഇവിടെ നമ്മളൊന്ന് അടിച്ചു വെച്ചേക്കുന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു PVC പൈപ്പ് നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ നെയിൽ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഞാനിത് ഫിക്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നോ, നോക്കിയ ഗൈസ്
എന്താ സാധനം ഇതിനകത്ത് അടിപൊളിയായിട്ട് ഫിറ്റ് ആയി കേട്ടോ. അത് ഇവിടെ ഇതാണ് സംഭവം, അസാധ്യ സാധനം കേട്ടോ. ഇതേ അടുത്തായിട്ട് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഈ പ്ലൈവുഡിനകത്ത്, അത് പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് ഉണ്ട കണ്ട ഉണ്ട. ഈ ഉണ്ട നമ്മളിത് എങ്ങനെ റീഫിൽ ചെയ്യണം, ഈ ഉണ്ട കയറ്റി കളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വേണ്ട ഉണ്ട റീഫിൽ ചെയ്യുക. അതുകൊണ്ട് നമ്മളിത് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒച്ച വരുന്നുണ്ട് കേട്ടോ, നല്ല സൗണ്ട് വരുന്നുണ്ട്. ശരിക്കൊരു ഗണ്ണ് കൊണ്ട് പൊട്ടിക്കുന്ന അതേ സൗണ്ടാണ് വരുന്നത്. നോക്കിയാടാ പൊളിഞ്ഞ്. നമ്മൾ ഈ സാധനം ഈ പ്ലൈവുഡിനകത്ത് ഉപയോഗിച്ചപ്പോൾ പൊളിഞ്ഞു കേട്ടോ. നോക്കിയാൽ മൊത്തം അകത്തോട്ട് കയറി വേണ്ട പൊളിഞ്ഞങ്ങ് പോയി. അടുത്തതായിട്ട് ഇതേ നമ്മൾ ഈ കല്ലിനകത്ത് അടിച്ചു നോക്കാൻ വേണ്ടി പോവാണേ. ബാ ഇതേ ഉണ്ടൊക്കെ റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയോ, കല്ല് പൊട്ടി തെറിക്കുമോ എന്നാണ് ഇപ്പം എൻ്റെ പേടി. ഇതേ ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. വേണ്ട കല്ലിൽ കറക്റ്റായിട്ട് കയറി കേട്ടാ. ഇത് നല്ല ഉറപ്പുള്ള പ്രദേശങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. ഇതേ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടും, കല്ല് പൊട്ടിച്ചെടുക്കേണ്ടതായിട്ട് വരും. അടുത്തായിട്ട് വേണ്ട ഈ ഇരുമ്പ്, ഇത് നല്ല ഇരുമ്പാണ് കേട്ടോ, നല്ല ഉഷാർ ഇരുമ്പാണ്, നല്ല ടൈറ്റായിട്ടുള്ള ഇരുമ്പാണ്. സീ ക്ലാമ്പാണ് സംഭവം. അതിനകത്ത് നമ്മൾ അടിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണേ. നോക്കിയോ, ഇത് തുളഞ്ഞിട്ട് ഇതേ ഇപ്പുറത്തൂടെ വരും. നോക്കിയോ, ആ പരസ്യത്തിൽ കാണിച്ചതുപോലെ വരുന്നുണ്ടോ നോക്കാം. ഇത് നമ്മൾ അടിച്ചത് ശരിയായില്ല കേട്ടോ. കണ്ടോ കയറിയിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് കയറി ഇപ്പുറത്തൂടെ വന്നിട്ടില്ലാതെ ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. നമുക്കിത് ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കാം. ഇത് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് നമ്മൾ ഫെയിലായിട്ടുണ്ട്. ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോവാണിത്. അതിൻ്റെ തൊട്ട താഴത്താണ് ഒന്നുകൂടെ അടിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ടാമത് അടിച്ച അറ്റംപ്റ്റും ഫെയിലായിട്ടുണ്ട്. സംഭവം കയറിയിട്ടോ, ഇത് ഫസ്റ്റ് അടിച്ചതിനേക്കാളും കുറച്ചുകൂടെ കയറിയിട്ടുണ്ട്. നോക്കിയാൽ ഇത്രയ്ക്ക് അങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിയാൽ ഇത് വീണ്ടും കയറിയില്ല കേട്ടോ. ഇത്രേ കയറുന്നുള്ളൂ, ഇത്രത്തോനെ കയറുന്നുള്ളൂ, ഫുള്ളായിട്ട് കയറുന്നില്ല. നമ്മൾ നേരത്തെ അടിച്ച ഇരുമ്പിനകത്ത് ഇത് കറക്റ്റായിട്ട് കയറി പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇരുമ്പിനകത്ത് എന്താ അറിഞ്ഞൂടാ, അത് കയറുന്നില്ല. 3 അടിച്ചു, 3 കൊഞ്ചോണ്ട് കയറിയിട്ടുള്ളൂ, ബാക്കി അവിടെ നിൽക്കുവാണ്. അടുത്തായിട്ട് ഈ സുനാപ്പി ഞാൻ ലോഡ് ചെയ്തിട്ട് ഈ കാർബോർഡ് ഉണ്ടല്ലോ, ഈ കാർബോർഡ് നമുക്ക് ഈ ചുമരിനകത്ത് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ആണി അടിക്കുന്ന പോലെ, അത് ആണി അടിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണല്ലോ, അതെ ആണി അടിക്കുന്ന പോലെ നമുക്ക് ഈ സാധനം ഒന്ന് വെച്ച് ഉപയോഗിച്ച് നോക്കാം. വാ വാ രണ്ടാമത്തെ പീസാണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയോ, ഓൻ്റെ അമ്മോ ചെവിട് കലങ്ങി പോയിട്ടുണ്ട്. ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ചെവിടിനകത്ത് എന്തെങ്കിലും വെക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ചെവിടിൻ്റെ ഫിലമെൻ്റ് അടിച്ചു എന്നതാണ് ചെവിട് കേൾക്കുന്നില്ല. അതേ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെ ചുമരിനകത്തൊക്കെ എന്തെങ്കിലും സാധനം ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ സംഭവം ഉപയോഗിച്ച് 2 അടി അടിച്ചാൽ മതി. ഇതുപോലെ അങ്ങോട്ട് കിട്ടും കേട്ടോ. യെസ്. അപ്പോൾ ഗൈസ് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ കണ്ടതാണ്. ഇത് സംഭവം നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ എക്സാക്റ്റ് ഇത് വർക്കാവുന്നുണ്ട്. ഇത് വെച്ച് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് നല്ല പവറായിട്ടാണ് സംഭവം പൊട്ടുന്നത്. ഇതിനകത്ത് വരുന്ന ഈ ഒരു സംഭവം കണ്ടില്ലേ, ഈ ഒരു ഐറ്റത്തിനകത്ത് എന്തോ കരിമരുന്നെങ്ങാനും ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പ്രഷറിലാണ് ഇത് വർക്കാവുന്നത്. സംഭവം ഇതുപോലുള്ള ഇരുമ്പിനുള്ളിൽ കൂടെ കാണാൻ അടിച്ച് തുളഞ്ഞു പോന്നിട്ടുള്ളത്. നമ്മൾ ആ വീഡിയോക്കകത്ത് കണ്ട എക്സാക്റ്റ് ആയിട്ട് വർക്കാവുന്നുണ്ട്. ഞാൻ ഇത് സൂപ്പറായിട്ടോ കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കിത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ഈ ഇൻസ്ട്രക്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാനുവൽ പേപ്പറിനകത്ത് എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും നല്ല കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം, വായിക്കണം. വായിച്ച് നോക്കിയിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളിത് ലോഡ് ചെയ്ത് കഴിഞ്ഞ് ചുമ്മാ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. ഗ്ലാസും ഗ്ലൗവൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് വർക്ക് ചെയ്യിക്കാൻ പാടുള്ളൂ. ഇതേണ്ട ഈ സാധനം നമ്മൾ മേടിച്ചേക്കുന്ന ആമസോണിൽ നിന്നാണ്. റേറ്റും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇവൻ നമ്മളെ ടെസ്റ്റിങ്ങിൽ